എന്റെ മക്കൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് മിസ് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ മിസ് ഇന്ന് മക്കളെ മുന്നില് കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളായിട്ടാണ് വന്നത്. അതെ, നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററില് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് മിസ്സേ ചെയ്യാൻ. അതെനിക്ക് കിട്ടാറില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ഒരു പരിഭവവും വേണ്ട. ഇന്ന് നമ്മൾ അതൊന്ന് നല്ല ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് എന്റെ കൂടെ ഇരുന്ന് എന്റെ മക്കള് അത് പഠിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, നമുക്ക് പോകാം. ഏരിയ ഓഫ് ട്രയാങ്കിളിലെ ചാപ്റ്ററിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യനിലേക്ക്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്. ഓക്കെ, അപ്പൊ ഇതാ മിസ് ഇവിടെ കുറച്ച് പ്രോബ്ലംസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കൂടെ ഇരുന്ന് മക്കളത് ചെയ്യില്ലേ? അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഓക്കെ ആണോ? ദേ നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം മിസ് തന്നിട്ടുണ്ട്. ചുവടെയുള്ള ചിത്രങ്ങളുടെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞേ. അപ്പൊ അതാ മിസ് ഇവിടെ ഒന്നാമത്തെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതേപോലെ ഇനിയും കുറച്ച് ഫിഗേഴ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മള് ആദ്യത്തെ ട്രയാങ്കിൾ ഒന്ന് നോക്കാം. ഇത് നോക്കിക്കേ, എന്റെ മക്കൾക്ക് അറിയായിരുന്നു. അതിന് മുന്നേ മിസ് പറയട്ടെ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ കുറിച്ച്. എന്തായിരുന്നു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആയിരുന്നു. അര ഇൻറ്റു പാദം ഇൻറ്റു ഉന്നതി. നമ്മൾ ചെയ്ത കാര്യമാണ്, അത് അവിടെ ഇരിക്കട്ടെ. ഇതാ മിസ് ചോദിക്കട്ടെ, ഇവിടെ ഇതാ ഒന്നാമത്തെ ട്രയാങ്കിളില് ഇവിടെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് അല്ലെ, ഒരു ട്രയാങ്കിളിനെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഇങ്ങനെ പാർട്ട് ചെയ്തിട്ടുണ്ട്. നടുവിലൂടെ അതിന്റെ ഹൈറ്റ് വരച്ചിട്ടുണ്ട്. ആ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് വരച്ചുകൊണ്ട് ഈ ഒരു ട്രയാങ്കിളില് ഇവിടെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് വരച്ചുകൊണ്ട് ആ ഒരു വലിയ ട്രയാങ്കിളിനെ രണ്ട് കുഞ്ഞു ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, ഈ രണ്ട് ട്രയാങ്കിളിന്റെ കൂടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് കൂട്ടിയാൽ പോരെ മക്കളെ ആ ഒരു വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. മിസ് അതാ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം തന്നെ ഇതാ മിസ് ഇവിടെ ആ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ ഈ ഒരു ഇതാ നോക്കിക്കേ, ഫിഗറിൽ നോക്കുക, ഈ ഒരു കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ അതാ ഹാഫ് ബി എച്ച് നമ്മളുടെ ഏരിയയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു കുഞ്ഞു ട്രയാങ്കിളുടെ ഏരിയ കാണാൻ അര ഇൻറ്റു അതിന്റെ ബേസ് എത്രയാണ്? ബേസ് ഇവിടുന്ന് ഇവിടെ വരെ 2 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാ മക്കളെ? ഇവിടെ ഹൈറ്റ് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ. മുകളിലും താഴെയും 2 ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി 3 ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി, 3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലേ, മറ്റൊരു കുഞ്ഞു ട്രയാങ്കിൾ. അതാ ഇവിടെ അതിന്റെ ബേസ് 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അവിടെ ബേസിന് പകരം 4 സെന്റിമീറ്റർ കൊടുക്കാം. 4 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാ മക്കളെ? ആ രണ്ടിന്റെ ഹൈറ്റ് ഒന്ന് തന്നെയാ. ഇവിടെ രണ്ടാമത്തെ ട്രയാങ്കിള് മിസ് എടുക്കുന്നത് ഈ ഒരു വലിയ ട്രയാങ്കിളാ. ആ വലിയ ട്രയാങ്കിളിന്റെ ഹൈറ്റും എത്ര തന്നെയാ? 3 സെന്റിമീറ്റർ തന്നെയാ. ഞാനിതാ ഇവിടെ ഹൈറ്റും എഴുതി. ഇനി നോക്കിക്കോ, മുകളിലും താഴെയും 4 എത്ര 2 പോകും? 2 തവണ പോകൂലേ? 2 തവണ പോകും. ഇനി നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ? 2 ഇൻറ്റു 3 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇത് 2 കൂടെ കൂട്ടിയാ പോരെ ആ ഒരു വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടാൻ അല്ലെ. അപ്പൊ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടാൻ ഈ ഒരു 3 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ സ്ക്വയറും കൂടെ കൂട്ടിയാ മതി. ആകെ 9 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. എന്നാൽ ഇത് ഇതിലും സിമ്പിൾ ആക്കിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊന്ന് പഠിക്കാൻ വേണ്ടി എന്റെ മക്കൾ എല്ലാവരും മിസ്സിന്റെ അടുത്തേക്കൊന്ന് വന്നേ. ഇത് നോക്കിക്കേ, ഇതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാടാ ചെയ്യാ? മിസ് കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങളൊന്നും കൂട്ടാനും കുറയ്ക്കാനും ഒന്നും വേണ്ട. ആകെ ഒരു ഏരിയയുടെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വലിയ ട്രയാങ്കിൾ ഒരുമിച്ച് ഏരിയ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നോക്കിക്കേ മക്കളെ, നോക്കിക്കേ, ഇവിടെ ആ ഒരു വലിയ ട്രയാങ്കിളിന്റെ ബേസ്, മൊത്തത്തിലുള്ള ബേസ് ഇവിടെ തന്നെ തന്നിട്ടില്ലേ? ഇവിടെയുള്ള വലിയ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാ? ഈ 2ഉം 4ഉം കൂടെ കൂട്ടിയാ പോരെ ആ ഒരു വലിയ ബേസ് കിട്ടാൻ? ഈ 2ഉം 4ഉം കൂടെ കൂട്ടിയാ മതി അല്ലെ. അതിന്റെ ഹൈറ്റോ ഇവിടെ തന്നിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ്.
3 ആണ്. അങ്ങനെയാണെങ്കിൽ ബേസും ഹൈറ്റും നേരിട്ട് കൊടുത്തൂടെ? ദാ ഇവിടെ ഞാൻ നേരിട്ട് കൊടുക്കുകയാണ്. ബേസ് 2ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 6 എന്ന് വരും. അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ദാ 3 ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, 6ൽ എത്ര 2 പോകും? 3 തവണ പോകും, 3 തവണ. ഇനി 3 × 3 ചെയ്താ മതി. 3 × 3 9 സെന്റിമീറ്റർ². ഒരൊറ്റ സ്റ്റെപ്പില് സിമ്പിൾ ആയിട്ട് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഒരൊറ്റ സ്റ്റെപ്പില്. നേരത്തെ പോലെ നമ്മൾ ഓരോ ട്രയാങ്കിള് കൂട്ടിയൊന്നും കണ്ടുപിടിക്കണ്ട അല്ലെ? ആ ബേസ് 2 കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് ചെയ്താൽ മതി. ഇത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഈ രണ്ടാമത്തെ ചോദ്യത്തിലും ഇതേപോലെ തന്നെ ഒരൊറ്റ ബേസ് അല്ലേ തന്നത്? ആ ഒരു ട്രയാങ്കിളിന്റെ ഒരൊറ്റ പാദത്തിന്റെ അളവാണ് തന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഹാഫ് ബി എച്ച് ആണ് ഏരിയയുടെ ഇക്വേഷൻ. ഇവിടെ ബേസ് എത്രയാ മക്കളെ? ഇതാ നോക്കിക്കേ, ബേസ് എത്രയാ തന്നത്? 10 സെന്റിമീറ്റർ ആണ് ബേസ് തന്നത്. ദാ മിസ് ഇവിടെ ബേസിന് പകരം 10 സെന്റിമീറ്റർ കൊടുക്കട്ടെ. ദാ ഹൈറ്റ് എത്രയുണ്ട് മക്കളെ? ഹൈറ്റ്, കുത്തനെ നിൽക്കുന്ന ഉയരം എത്രയുണ്ട്? 5 സെന്റിമീറ്റർ. ദാ ഇവിടെ തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ എന്ന്. അത് അതേപോലെ മിസ് അതാ ആ ഒരു ഇക്വേഷനിൽ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനിയാണ് നമ്മള് നോക്കാൻ പോകുന്നത് 10ൽ എത്ര തവണ 2 പോകും? 5 തവണ പോകും, 5 തവണ പോകും. ഇനി അങ്ങോട്ട് 5നെ 5 കൊണ്ട് ഗുണിച്ചാ പോരെ? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 25 സെന്റിമീറ്റർ² എന്ന് കിട്ടി. സിമ്പിൾ ആയിട്ട് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിക്കേ. ദാ അതൊരു മാറ്റം തോന്നുന്നുണ്ട് ചിത്രത്തില്. പക്ഷേ ഇത് എളുപ്പാ. കാരണം എന്താ? ട്രയാങ്കിൾ ഒന്ന് കുത്തനെ നിന്നേ ഉള്ളൂ. ഇത്ര നേരം ട്രയാങ്കിൾ നേരെ നിൽക്കായിരുന്നു, പക്ഷെ ഒന്ന് ട്രയാങ്കിൾ തല തിരിഞ്ഞു നിന്നു, ഒന്ന് കുത്തനെ നിന്നു. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ഈ ബേസും ഹൈറ്റും മക്കൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യട്ടെ. ഇവിടെ ഏരിയ മിസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. ഏരിയ ഇക്വേഷൻ ഹാഫ് × ബി × എച്ച് ആണ് അതിന്റെ ഇക്വേഷൻ. എനിക്കറിയാം. ഇവിടെ ബേസ് എവിടെ? ആ കുത്തനെ നിൽക്കാണ്. ബേസ് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. 5.5 സെന്റിമീറ്റർ ആണ് ബേസ്. ദാ ഞാൻ കൊടുക്കട്ടെ, ഇക്വേഷനിൽ കൊടുക്കുന്നുണ്ട്. 5.5 സെന്റിമീറ്റർ എന്ന് കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് തന്നിട്ടില്ലേ മക്കളെ? ഹൈറ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 4 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്. 4 സെന്റിമീറ്റർ. ഞാൻ എവിടെ 2 കൊണ്ട് കട്ട് ചെയ്യും? ദാ 5.5ല് 2 കൊണ്ട് കട്ട് ചെയ്യുന്നതാണോ എനിക്ക് എളുപ്പം? അല്ല, ദാ അപ്പുറം 4 കിടക്കുന്നുണ്ട്. 4ൽ എത്ര തവണ 2 പോകും മക്കളെ? 2 തവണ പോകും. എനിക്കിനി എന്ത് ചെയ്താൽ മതി? 5.5നെ 2 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ മതി അല്ലെ? 2 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ മതി. നമുക്ക് ഗുണിച്ചു നോക്കാം. 5.5നെ 2 കൊണ്ട് ഗുണിക്കുന്നു. 5 2 10ന്റെ 0. ബാക്കി ഇതാ മിസ് ഇവിടെ 1 വെക്കുന്നുണ്ട്. 5 2 10 1 11. ഞാൻ എവിടെയാണ് പോയിന്റ് കൊടുക്കേണ്ടത്? നോക്കിക്കേ, 5.5ല് 5ന്റെ നേരത ഇപ്പുറത്ത് ഒരു സംഖ്യ കഴിഞ്ഞ പാടാണ് പോയിന്റ് ഉള്ളത് അല്ലെ? ഒരു സംഖ്യയുടെ മുന്നിലാണ് പോയിന്റ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെ കൊടുക്കും പോയിന്റ്? അതാ ഒരു സംഖ്യയുടെ മുന്നിൽ കൊടുക്കണം പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്ര കിട്ടി? 11.0 എന്ന് പറഞ്ഞാല് 11 ആണ്. 11 സെന്റിമീറ്റർ² ഏരിയ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഇതേപോലെ തന്നെ ഇതാ നോക്കിക്കേ. ദാ ചിത്രങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് പേടിക്കൊന്നും വേണ്ട എന്റെ മക്കള്. കാരണം ചിത്രങ്ങൾ എത്ര വലുതാവുന്നോ ആൻസർ അത്ര എളുപ്പമായിരിക്കും. അത്ര മാത്രം വിചാരിച്ചാൽ മതി. എന്റെ സൈലത്തിന്റെ മക്കളെ ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. ഓക്കെ, എന്നെ മിസ്സുള്ളപ്പോ എന്തിനാണ് ഞാൻ ഇങ്ങനെ പേടിക്കുന്നത് അല്ലെ? ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ 2 ട്രയാങ്കിൾസ് അല്ലെ? ഒരു വലിയ ട്രയാങ്കിൾ, ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. അവിടെ അതിന്റെ അളവുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കാം ഇതിന്റെ അളവുകൾ ഏതൊക്കെയാണ്. ഇത് നോക്കിക്കേ, ഇവിടെ വലിയ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ആ ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും തന്നിട്ടില്ലേ? ഇതാ നോക്കിക്കേ, ബേസ് എത്രയാ മക്കളെ? 4 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഹൈറ്റ് എത്രയാ? ഹൈറ്റ് എന്ന് പറയുമ്പോ ദാ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ദൂരാണ് അതിന്റെ ഹൈറ്റ് അല്ലേ? അത് മൊത്തത്തിൽ എത്ര തന്നിട്ടുണ്ട്? 6 സെന്റിമീറ്റർ ആണെന്ന് മൊത്തത്തിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വലിയതിൻ്റെത് മാത്രം ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ. വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടി പോവാണ്. ഹാഫ് × ബേസ് × ഹൈറ്റ് ആണ് നമുക്കറിയാം. ഓക്കെ, ഇവിടെ ബേസ് എത്രയാണ് മക്കളെ? ബേസ് എത്രയാ?
4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ. ബേസ് 4 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് എത്രയായിരുന്നു? 6 സെന്റിമീറ്റർ ആണ്. നമുക്ക് കട്ട് ചെയ്തൂടെ? 2 കട്ട് ചെയ്തൂടെ? 4 2 എത്ര തവണ പോകും? 2 തവണ പോകും. 2 തവണ പോകും. അങ്ങനെയാണെങ്കിൽ ഇനി 2 × 6 ചെയ്താൽ പോരെ? എത്ര കിട്ടി? 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. വലിയ ട്രയാങ്കിളിന്റെ ഏരിയ. കഴിഞ്ഞോ? ഇല്ല, ആ ഒരു ചെറിയ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. അവിടെ ആ ചെറിയ ട്രയാങ്കിളിന്റെ കാണണം. അതിനു വേണ്ടി ഞാൻ നോക്കി. അതിന്റെ ബേസ് എവിടെയും കാണുന്നുണ്ടോ? ഇതാ ബേസ് അവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ആ ഒരു ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് എത്രയായിരിക്കും? ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് എത്രയായിരിക്കും? മൊത്തത്തിൽ 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരു കുഞ്ഞി ഭാഗം 2 സെന്റിമീറ്റർ ആണെന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെ ബാക്കി ഭാഗം എത്രയായിരിക്കും? മൊത്തത്തിലുള്ള 6 സെന്റിമീറ്ററിൽ നിന്നും ഈ ഒരു ചെറിയ 2 ഭാഗം കുറച്ച് നോക്കിയാ പോരെ ഈ ഒരു ഭാഗത്തിലുള്ള നീളം കിട്ടാൻ, ലെങ്ത് കിട്ടാൻ. അപ്പൊ നമ്മൾ 6ൽ നിന്ന് എത്ര കുറച്ച് നോക്കിയാ മതി? 2 കുറച്ചാ മതി ഈ ഒരു ചെറിയ ഹൈറ്റ് കിട്ടാൻ, അല്ലെ? അപ്പൊ ആ ഒരു ചെറിയ ഹൈറ്റ് എത്രയായിരിക്കും? 4ന്ന് 2 കുറച്ചാല് 6ന്ന് 2 കുറച്ചാൽ 4 സെന്റിമീറ്റർ ആയിരിക്കും. 4 സെന്റിമീറ്റർ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് കിട്ടി. ഓക്കെ ആണോ? ഇനി അതൊന്ന് ആ ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നോക്കിക്കേ, ഇവിടെ ബേസ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ് ബേസ്? എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു അല്ലെ? ഹൈറ്റ് എത്രയാ? 4 സെന്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഹൈറ്റ് 4 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. 2 കൊണ്ട് എനിക്ക് വെട്ടിപ്പോകാൻ പറ്റുന്ന, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഇതിലുണ്ടോ? ഉണ്ട്. 3ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറം 4ൽ ഡിവൈഡ് ചെയ്തൂടെ? 4ൽ എത്ര തവണ 2 പോകും? 2 തവണ പോകും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 3നെ 2 കൊണ്ട് ഗുണിച്ചു നോക്കിയാൽ മതി. 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ എന്ത് ചെയ്യണം? കൂട്ടിക്കൊടുക്കണം അല്ലെ? കൂട്ടിക്കൊടുക്കണം. മിസ് ഇവിടെ കൂട്ടാൻ പോകുന്നുണ്ട്. 12 സെന്റിമീറ്റർ സ്ക്വയറും 6 സെന്റിമീറ്റർ സ്ക്വയറും കൂടെ കൂട്ടണം. മൊത്തത്തിലുള്ള ഏരിയ, പരപ്പളവ് കിട്ടാൻ എത്ര വരും മക്കളെ? 18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ എന്റെ മക്കള്? ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു ട്രയാങ്കിളും 2 ട്രയാങ്കിളും 2ന്റെയും ഹൈറ്റും അതേപോലെ തന്നെ ബേസും അറിയെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ, അടുത്ത ഒരു ഫിഗറിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? കുറച്ചുകൂടെ വലുതായല്ലേ നമ്മുടെ ഫിഗർ? അതിനനുസരിച്ച് ഒരു ഭംഗി കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത് വലിയ ബുദ്ധിമുട്ടാണോ കണ്ടുപിടിക്കാൻ? അല്ല, ഞാൻ പറഞ്ഞു ഫിഗറിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് ഉത്തരം വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തു നോക്കാം. അതിനു വേണ്ടിട്ട് ഞാൻ ആദ്യം ആരെ സെലക്ട് ചെയ്യുന്നു? ഈ ഒരു വലിയ ട്രയാങ്കിളിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ ഒരു വലിയ ട്രയാങ്കിൾ കാണുന്നുണ്ട് അല്ലെ? ഒരു വലിയ ട്രയാങ്കിളിനെ ഞാൻ സെലക്ട് ചെയ്തു. രണ്ടാമതായിട്ട് ഞാൻ ആരുടെ ഏരിയ കണ്ടുപിടിക്കണം? ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെ 2 എണ്ണാക്കിട്ട് എടുക്കണോ? വേണ്ട. നോക്കിക്കേ മക്കളെ, ഇത് മൊത്തത്തിൽ ഒരു വലിയ ട്രയാങ്കിൾ ആയിട്ട് എനിക്ക് എടുത്തുകൂടെ? ഈ ഒരു വലിയ ട്രയാങ്കിൾ മൊത്തത്തിൽ എനിക്ക് എടുക്കാം. അങ്ങനെയാണ് ആകെ 2 എണ്ണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നേരത്തെ പോലെ ഏഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ആണോ? അപ്പൊ മിസ് ചെയ്യാൻ പോകുന്നുണ്ട്. മിസ് ചെയ്യുന്നതിന് മുൻപേ ഈ ഒരു ഫിഗറിന്റെ ഏരിയ എന്റെ മക്കളെ ഞാൻ ചെയ്യുന്നതിന് മുൻപേ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ. മിസ് ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഇതിന്റെ ആൻസർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് ഒന്ന് കമന്റ് ചെയ്യാ. ഓക്കെ, മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം ഈ ഒരു വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ, ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലെ? അവിടെ ബേസ് കൊടുത്തിട്ടുണ്ടോ? വലിയ ട്രയാങ്കിളിൽ ബേസ് കാണുന്നുണ്ടോ? പാദം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ മക്കളെ? 6 സെന്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 സെന്റിമീറ്റർ എന്ന ബേസിന്റെ വാല്യൂ കൊടുത്തു. ഹൈറ്റ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട് മക്കളെ. ഹൈറ്റും തന്നിട്ടുണ്ട്. 7 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ 7 സെന്റിമീറ്റർ എന്നും കൊടുത്തു. ഇനി എനിക്ക് എന്ത് ചെയ്യാം? നോക്കിക്കേ, 6ൽ എത്ര തവണ 2 പോകും എന്ന് നോക്കാം അല്ലെ? 6ൽ എത്ര തവണ പോകും? 3 തവണ പോകും. അപ്പൊ 3 × 7 ചെയ്താൽ മതി. ഇനി 3 × 7 21 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി വലിയ ട്രയാങ്കിളിന്റെ ഏരിയ.
ഇനി എനിക്ക് അത് ആ ഒരു സൈഡിൽ കിടക്കുന്ന ഒരു ട്രയാങ്കിൾ കൂടെ ഉണ്ട് അല്ലേ, ആ ഒരു സൈഡിലെ ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഇതേ നോക്കിക്കേ, അതിന്റെ ഏരിയ ആണ് മിസ് കാണാൻ പോകുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഞാൻ ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ നോക്കിക്കേ, ആ ഒരു ചരിഞ്ഞു കിടക്കുന്ന ട്രയാങ്കിളിന്റെ ബേസ് ഇതേ നോക്കിക്കേ, ഇത് രണ്ടും കൂടെ കൂട്ടണം അല്ലേ. അവിടെ 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ എന്നിങ്ങനെ അടുപ്പിച്ച് കൊടുത്ത 2 സെന്റിമീറ്റർ കൂടെ കൂട്ടണം അതിന്റെ ബേസ് കിട്ടാൻ. ഇവിടെ ഉള്ള 3ഉം 4ഉം കൂടെ കൂട്ടിയാലേ ഈ ഒരു വലിയ ബേസിന്റെ നീളം എനിക്ക് കിട്ടുള്ളൂ അല്ലേ മക്കളെ. ഞാൻ അവിടെ അതിന്റെ നീളം കൊടുക്കട്ടെ. ബേസ് ദേ ഇവിടെ 3ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്രയാ വരിക? 7 വരിക. നമുക്കറിയാം 7. ബേസ് കിട്ടി 7. ഹൈറ്റ് തന്നിട്ടുണ്ടോ? ഹൈറ്റും തന്നിട്ടുണ്ട്. ഓൾറെഡി ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ 5 സെന്റിമീറ്റർ എന്ന് കൊടുത്തു. എനിക്കിവിടെ 2 കൊണ്ട് ഓൾറെഡി വെട്ടിപ്പോവാൻ വേണ്ടി പറ്റും. പോയിന്റ് വരും എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ. പോയിന്റ് വരും. ഞാൻ ആദ്യം തന്നെ 7ഉം 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 7ഉം 5 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 35/2 എന്ന് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, ഹരിച്ച് നോക്കിയാൽ മതി. ഞാനിവിടെ ഹരിച്ചു. എനിക്ക് കിട്ടി 17.5 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എനിക്ക് ആൻസർ കിട്ടി. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കഴിഞ്ഞോ? ഇല്ല. ഈ 2 ഏരിയ കൂടെ കൂട്ടി കൊടുക്കണം. എന്നാൽ എനിക്ക് മൊത്തത്തിലുള്ള ഫിഗറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ആ ഒരു ഏരിയ കണ്ടുപിടിക്കാൻ ഞാൻ 21 സെന്റിമീറ്റർ സ്ക്വയറും 17.5 സെന്റിമീറ്റർ സ്ക്വയർ കൂടെ കൂട്ടണം. ഈ പോയിന്റ് വൈസ് കൂട്ടാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കേ, മിസ് ഇവിടെ സൈഡിൽ പറഞ്ഞുതരാം. ഈ ഒരു ഫിഗറിന്റെ മുകളിലായിട്ട് 17.5ഉം 21 സെന്റിമീറ്റർ കൂടെ കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞത്. കൂട്ടാൻ അതിനിതാ ഇവിടെ 21 കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയിന്റിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് പോയിന്റ് 0 ആണെന്ന് അല്ലെ. നമ്മൾ ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. എന്നാലും മിസ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇവിടെ കൂട്ടിയാൽ എത്രയാ വരിക? 5ഉം 0 കൂടെ കൂട്ടി 5 തന്നെ വന്നു. 7 1 കൂട്ടി 8 എന്ന് വന്നു അല്ലെ. ഇവിടെ 2 1 3 എന്ന് വന്നു. ഞാൻ എവിടെ പോയിന്റ് ഇടണം? ആ ഒരു സംഖ്യയുടെ മുൻപിലാണ് പോയിന്റ് എങ്കിൽ ആൻസറിലും ഒരു സംഖ്യയുടെ മുന്നിൽ തന്നെ ഇടണം അല്ലേ. ഇവിടെയൊക്കെ 5ന്റെ നേരെ മുന്നിലാണ് പോയിന്റ്, 0ന്റെ നേരെ മുന്നിലാണ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ആൻസറിൽ 5ന്റെ നേരെ മുന്നിലായിരിക്കും പോയിന്റ്. എനിക്ക് കിട്ടി മക്കളെ ആ ഒരു വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ആ ഒരു വലിയ ഫിഗറിന്റെ ഏരിയ 38.5 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നു ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ. കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ വെറുതെ പറയുന്നതാണല്ലേ. വലിയ ഫിഗേഴ്സുകൾ തന്നിട്ട് നമ്മളെ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കുക അല്ലെ. അങ്ങനെ ഒന്നുമില്ല. വലിയ ഫിഗേഴ്സിനൊക്കെ വളരെ എളുപ്പമായിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഇതേപോലുള്ള വെറൈറ്റി ഫിഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ മക്കൾ ഒന്ന് കമന്റ് ബോക്സിൽ പറയാ. നമുക്ക് വിസേ ഈ ഒരു ഫിഗറിന്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ, ഇതിന്റെ എന്തായിരിക്കും ആൻസർ വരിക എന്നൊക്കെ എവിടെയെങ്കിലും മക്കള് വെറൈറ്റി ചോദ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിലേക്ക് വാ. നമുക്ക് അതിന്റെ ആൻസറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.